നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF വേട്ടക്കാർക്കൊപ്പമാണെന്ന കുറ്റപ്പെടുത്തലുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലെ KPCC പ്രസിഡന്റ് ന്യായീകരിക്കുകയാണെന്നും MV ഗോവിന്ദന്റെ വിമർശനം. നടിക്ക് നേരെയുണ്ടായ ആക്രമണ കേസിലും UDF അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിലൂടെയെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. രാഹുൽ വിഷയത്തിൽ സണ്ണി ജോസഫിന്റെ പരാമർശത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. നമുക്കറിയാം, സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ രണ്ടാമത്തെ ബലാത്സംഗ പരാതി കോൺഗ്രസിനുള്ള കുരുക്കാണോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനെയാണ് MV ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആസൂത്രിതമാണെന്നും വിലയിരുത്താമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ ഇടങ്ക് തരംഗമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായി യാതൊന്നും പറയാൻ UDF-നും BJP-ക്കും ഉണ്ടായിരുന്നില്ല എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-നാണ്. UDF ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ചേർന്നുള്ള വർഗീയ കൂട്ടുകെട്ടുണ്ടാക്കിയെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അതേസമയം ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ക്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കോൺഗ്രസിന് അടക്കം കിട്ടിയ പരാതികൾ ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിച്ചാൽ അവരെ കൊന്നുതള്ളുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭയക്കുന്നുവെന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ പറഞ്ഞത് UDF-ന്റെ നിലപാടായിട്ടേ കാണാനാകൂവെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. അതേസമയം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഉപാധികളോടെയുള്ള ജാമ്യമാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ റിമാൻഡിലാക്കില്ല, മറിച്ച് അറസ്റ്റ് ചെയ്താൽ ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്ന തീരുമാനത്തിലേക്കാണ് കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സാമൂഹിക നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള സാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യൂത്ത് ബ്രിഗേഡിന്റെ സേവനം ആവശ്യമുണ്ട്. അവരെ പാർട്ടിയിൽ ചേർത്ത് നിർത്താൻ ഉള്ള ചുണയും തന്റേടവും ഇല്ലാത്ത ഒരു അഴകുഴമ്പൻ പാർട്ടിയായിട്ട് കേരളത്തിലെ നേതൃത്വം മാറി എന്നുള്ളതാണ്. ഇത് നമുക്ക് അന്ന് ഞാൻ ശരിയാം വിധം പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും ചുണയില്ലാത്തതാണ്. UDF കൺവീനർ അതിനേക്കാൾ അഴകുഴമ്പനാണ്. പ്രതിപക്ഷ നേതാവ് അതിനേക്കാളും അഴകുഴമ്പനാണ്. ഇങ്ങനെ പാർട്ടിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഫലം തന്നെ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർ കണ്ണാടി നോക്കുന്നത് കൊണ്ട് നോട്ടമായിരിക്കും. അപ്പോഴെങ്കിലും ഒരു ആത്മപരിശോധന നടത്തിയ പിന്നെ ചുരുങ്ങിയ സമയമുള്ളെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തെറ്റുകൾ തിരുത്താൻ കേരളത്തിലെ നേതൃത്വം തയ്യാറാവില്ല. പക്ഷെ കേന്ദ്രത്തിന്റെ ദേശീയ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ വലിയൊരു നാണക്കെട്ട ചോദ്യമായിട്ട് കോൺഗ്രസിന് മാറാൻ സാധ്യതയുണ്ട്. സാർ, അതുപോലെ തന്നെ ഇപ്പോ സാർ നേരത്തെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി അറസ്റ്റ് ചെയ്താൽ പോലും ജയിലിലേക്ക് ഇടുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇന്നത്തെ വിധി വന്നിരിക്കുന്നത്. അതായത് അറസ്റ്റ് ചെയ്യാം, പക്ഷെ ചെയ്താൽ പോലും ജയിലിലേക്ക് അടയ്ക്കേണ്ടതില്ല, റിമാൻഡിലൊന്നും അടയ്ക്കേണ്ടതില്ല എന്നൊരു ഇതില് ഒരു തീരുമാനം വന്നിട്ടുണ്ട്. വന്നെന്ന് മാത്രമല്ല, ഇപ്പൊ സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ പരാതികൾ രഹസ്യമായിട്ട് പറഞ്ഞു. സ്ത്രീകൾ പരസ്യമായിട്ട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായിട്ട് പറഞ്ഞു. ഇതിൽ ആരാണ് തെറ്റുകാരെന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ട വിഷയമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് രണ്ടു കൂട്ടരെ പറ്റി നമ്മളിപ്പോ ഒരു അഭിപ്രായം പറയാൻ നമ്മൾ ജഡ്ജിയൊന്നുമല്ല. നമ്മൾ ജഡ്ജിയല്ല. ആ വിധി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് പറയാനാ? ദിലീപിന്റെ കാര്യത്തിലുള്ള വിധി കഴിഞ്ഞ ജഡ്ജി വനിതാ ജഡ്ജിയാണ്. അവരെയിട്ട് കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരുതരം പീഡനം തന്നെയാണ്. അവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഏൽക്കുന്ന പീഡനമാണ്, സാമൂഹിക ജീവിതത്തിന് ഏൽക്കുന്ന പീഡനമാണ്, ഗുരുതര അപമാനമാണ്. അത് നടത്തുന്നില്ലേ? അതിന്റെ കണക്കാക്കാത്തത് ചാനലുകളിലെ അന്തിച്ചർച്ചയ്ക്ക് വരുന്ന ഒരു അവതാര ഗവേഷണങ്ങളും കൂടി അത് അപമാനമാണ്, അപകീർത്തിയാണ്. അത് ചർച്ച ചെയ്യണ്ടേ? ഒന്നും ആവില്ല. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഹീനമായ പറ്റി ആ ഒരു ബ്രിഗേഡ് തന്നെ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്തിച്ചർച്ചകൾ നിന്നുകൊണ്ട് ഘോഷഘോഷം പറഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വത്തെ പോലും വഴിതെറ്റിച്ചുകൊണ്ട് അവർക്ക്
ഒരു ശരിയായിട്ടുള്ള ഒരു പടയാളിയെ നഷ്ടപ്പെടുത്തുക. സംശയമില്ല. അപ്പൊ ഇപ്പോ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് രാഹുലിന് ഇത് എങ്ങനെയാണ് അനുകൂലമായി മാറാൻ പോകുന്നത് ഈ കേസില്? അതായത് കുറ്റാരോപിതൻ അതെ, കുറ്റാരോപിതൻ മാത്രമായിട്ടല്ല, കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നത്, കുറ്റാരോപിതൻ മാത്രമാണ്. അത് വലിയ വ്യത്യാസമുണ്ട് രണ്ട് വാക്കുകളും തമ്മിൽ. കുറ്റം അതിൽ രണ്ടിലും ഉണ്ടെങ്കിൽ കുറ്റാരോപിതൻ എന്ന് പറയുന്നത് കുറ്റവാളി എന്ന് പറയുന്നത് രണ്ടല്ല. മറ്റേത് കൺവിക്ഷൻ. കുറ്റവാളി എന്ന് പറയുമ്പോൾ കൺവിക്ഷൻ, കുറ്റാരോപിതൻ എന്ന് പറയുമ്പോൾ അക്യൂസ്ഡ്. ഈ രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രാത്രിയും പകലും പോലെ അത് വലിയ വ്യത്യാസം തന്നെയാണ് തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പോൾ പൊതുരംഗത്ത് ഇറങ്ങി വരാം, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാം, ആരും തടയാൻ പോകുന്നില്ല. അസംബ്ലിയിൽ പോകാം, ഒറ്റയാളും തടയാൻ പോകില്ല. തടയാൻ പോയ പോലീസ് സംരക്ഷണം കൊടുക്കണം അദ്ദേഹത്തിന്. അങ്ങനെ ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വിധി. അതെ, ഞാനിപ്പോൾ യാത്രയിലായതുകൊണ്ട് ശബ്ദം ചിലപ്പോൾ കൃത്യമായിരിക്കില്ല, എങ്കിലും അസംബ്ലിയിൽ പോകാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. MLA-യിലുള്ള എല്ലാവരും അവകാശങ്ങളുണ്ട്. അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളം ഉൾപ്പെടെ കിട്ടും. മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കാൻ പറ്റും, പൊതുരംഗത്തകത്ത് പ്രവർത്തിക്കാൻ പറ്റും. അതായത് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾ എന്തുദ്ദേശിച്ചു അതൊന്നും നടന്നിട്ടില്ല. അത് തന്നെയാണ് ദലീലിന്റെ കാര്യത്തിലും നടന്നത്. അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാം, അതുപോലെ തന്നെ അദ്ദേഹത്തെ ജീവപര്യന്തം തടവിനോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്കോ വിധിക്കാം എന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാതെ പോയി. അതിന്റെ നിരാശയാണ് വനിതാ ജഡ്ജിയായിട്ടുള്ള ഹണിയും വർഗീസിനോട് അവർ കാട്ടിയത്. നാളെ വോട്ട് ചെയ്യാൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഈ ഒരു വിധി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വോട്ട് അടൂരായിരിക്കില്ലേ? അതാ പാലക്കാടാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വോട്ട് ചെയ്യണം, വോട്ടവകാശം വിനിയോഗിക്കണം. സംശയത്തില് അന്തസ്സായിട്ട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് ബെഞ്ച് വിരിച്ചുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പോയി ബൂത്തിൽ പോയി അദ്ദേഹം വോട്ട് ചെയ്യണം. ഒരു സംശയം വേണ്ട. അവര് പൗരനുള്ള നിലയിൽ അവകാശം ഉപയോഗിക്കണം. ഒരാളും തടയാൻ പോകുന്നു. തുടക്കം മുതൽ തന്നെ ഇത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം നിറഞ്ഞു നിൽക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള ഒരു നീക്കമായിരുന്നു രാഹുലിനെതിരെ നടന്നത് എന്ന വിലയിരുത്തലുകളുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വിധി അത് സർക്കാരിനും കൂടി ഒരു തിരിച്ചടിയായിട്ട് മാറുന്നില്ലേ? പിണറായി വിജയന്റെയും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെയും ചെറുക്കത്തേറ്റ ഒരു അടികൂടി ക്രൈംബ്രാഞ്ച് ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ വേട്ടയാടിയവർക്ക് അവർക്ക് നാണക്കേടും അപകീർത്തിയാണ്. കാരണം അതിന് ഇത്രയും നാൾ അവർ വേട്ടയാടിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തൊരു കഴിവുകെട്ട പോലീസാണിത് അവർക്ക്. അതെ, എന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസിന്റെ കഴിവുകൾ എല്ലാം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുക. പിന്നെ അന്തിച്ചർച്ച നടത്തി ഇദ്ദേഹം കുറ്റവാളിയെന്ന് വിളിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം അവരുടെ ചെകുത്തട്ട് ഏറ്റ ശക്തമായ പ്രകടനം തന്നെയാണ്.